വനിതകൾക്കായി 90+ മിനി ഡീലർ ഹബ്ബുകൾ നൽകുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. കുട്ടിക്കുറുമൊഴിയുടെ പൂമ്പാറ്റക്കൂട്ടിലെ പാട്ടുകുരുന്നുകൾക്ക് കൂട്ടാകാം. ആലാപനത്തിന്റെ അഴകൊഴുകുന്ന ഈ സംഗീതവേദിയിലേക്ക് പാലക്കാട് നിന്നും വന്ദിത കുട്ടി എത്തുന്നു. വെൽക്കം വന്ദിത ഓൺ സ്റ്റേജ്. കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം. വന്ദിത എന്താണ് കളഭമൊക്കെ ചാർത്തി വന്നിരിക്കുന്നത്? അതെ, അത് ഈ ഡ്രസ്സിന് ഒരു മാച്ച് ചെയ്യാൻ വേണ്ടി. അത് ശരി. ഏത് പാട്ടാണ്? കണ്ണിനു കണ്ണായ കണ്ണ. ഏത് സിനിമ? പ്രിയ. പ്രിയ എന്നോ ആയിരിക്കുമല്ലേ? ഏത് വർഷമാണ്? 1970. മീനുട്ടി ഇത് കേട്ടോ? കേട്ടു. 1970 ഒരു പാട്ടാണ് കുഞ്ഞ് പഠിച്ചോണ്ട് വന്നിരിക്കുന്നത്. എന്താ ഇതല്ലേ? എന്ത് അത്ഭുതമാണിത്! പാടിക്കഴിയുമ്പോൾ പൂമഴ പെയ്യും. അതെ. അപ്പൊ എന്നാ പെയ്ക്കേ. താങ്ക് യു. ഓക്കെ. കണ്ണിനു കണ്ണായ കണ്ണ, കണ്ണിനു കണ്ണായ കണ്ണ, എന്നും ഗുരുവായൂർ വാഴും താമര കണ്ണ, കണ്ണിനു കണ്ണായ കണ്ണ. ഈരേഴ് ലോകവും നിന്നെ കാണാൻ ഇരവും പകലും തേടുന്നു. ഈരേഴ് ലോകവും നിന്നെ കാണാൻ ഇരവും പകലും തേടുന്നു. മഴമുകിൽ വർണ്ണ നിന്നുടൽ കാണാൻ മനസ്സിനു കണ്ണുകൾ നൽകൂ നീ. മഴമുകിൽ വർണ്ണ നിന്നുടൽ കാണാൻ മനസ്സിനു കണ്ണുകൾ നൽകൂ നീ. മനസ്സിനു കണ്ണുകൾ നൽകൂ നീ. കണ്ണിനു കണ്ണായ കണ്ണ, എന്നും ഗുരുവായൂർ വാഴും താമര കണ്ണ, കണ്ണിനു കണ്ണായ കണ്ണ. മുരളികയാലൊരു മുരളികയാലൊരു തേന്മഴ ചൊരിയൂ. മുരഹര 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 മുരളികയാലൊരു തേന്മഴ ചൊരിയൂ. മുരഹര നീ എൻ ഹൃദയത്തിൽ. മുരളികയാലൊരു തേന്മഴ ചൊരിയൂ. മുരഹര നീ എൻ ഹൃദയത്തിൽ. മുരളികയാലൊരു തേന്മഴ ചൊരിയൂ. പകരം ഞാനിൻ ജീവിതമാലിക ചാർത്താം നിൻ
വന്ദിത, ഓ നല്ല അറ്റംപ്റ്റ്. ഞാനത് Thank you, ഗ്രേറ്റ് എന്നും പറയത്തില്ല, മോശമെന്നും പറയത്തില്ല. നല്ല അറ്റംപ്റ്റ്, നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് പ്രാവശ്യം വിട്ടുപോയി, അതൊന്നും സാരമില്ല, കാരണം വരി വിടുന്നതൊന്നും അല്ല പ്രശ്നം. ഈ പാട്ടിനെ പറ്റി ആദ്യം ഞാൻ പറയാം. അതായത് ലതാ രാജു എന്ന് പറഞ്ഞാൽ ജയം രാജു എന്ന് പറഞ്ഞൊരു വലിയൊരു ഗായകനുണ്ട്. ആ ഗായകൻ്റെ ഭാര്യയാണ് ലതാ രാജു. കഴിഞ്ഞ സീസണിൽ ലതാ രാജു മാം ഇവിടെ വന്നിരുന്നു. ഇവിടെ വന്ന് നമുക്ക് കുട്ടികൾക്ക് കുറേ പാട്ടുകളൊക്കെ പാടി കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ പാട്ടെടുത്തുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷേ മോൾ പാടിയത് ഒത്തിരി സ്ഥലത്ത് മിസ്റ്റേക്സ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കണ്ണ എന്ന് എൻഡ് ചെയ്യുന്നില്ലേ, അത് പെർഫെക്റ്റ് ആയിട്ട് നിൻ്റെ ഇപ്പം കറക്റ്റാണ്. പക്ഷെ നേരത്തെ വന്നപ്പോൾ ഒരു സ്ഥലത്തും അത് പെർഫെക്റ്റ് എന്താണ് ടക്കെന്ന് വന്ന് വീണില്ല. അതുപോലെ പകരം ഞാൻ ജീവിതം മേലോട്ട് പോകുമ്പോൾ മോള് ഫാൾസ് വോയിസിൽ പോകുന്നുണ്ട്, തുറക്കുന്നില്ല. തിരിച്ചു വന്ന് ചാർത്താൻ ഞാൻ തിരുമാറിടത്തിൽ എന്ന് വരുന്നിടത്താണ് ഒറിജിനൽ വോയിസ് വരുന്നത്. അത് ഒറിജിനൽ വോയിസ് പോവോ? അത് പകരം ജീവിതമാലിക ചാർത്താം നിൻ തിരുമാറിടത്തിൽ. അപ്പോൾ ഇത് കൊള്ളാം മോളെ. കാരണം വെച്ചാൽ ഇതിൽ പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് എന്താണ് നമ്മുടേതായിട്ടുള്ളൊരു തനതായ ഒരു ശബ്ദം വരത്തുള്ളൂ. മറ്റേത് വേറൊരു ശബ്ദം വന്നിട്ട് അടുത്ത ലൈനിൽ വരുമ്പോൾ താഴോട്ട് വരുമ്പോഴത്തേക്ക് ഒറിജിനൽ വോയിസ് വരുമ്പോഴത്തേക്ക് കേൾക്കും, മനസ്സിലാവും ഇത് കള്ളത്തൊണ്ടയിലാണ് ഈ കൊച്ചു പാടുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതൊന്നും വേണ്ട നമുക്ക്. നന്നായിരുന്നു. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ മോള് പാടിയ രീതി അങ്കിളിന് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ഇമ്പ്രസീവ് ആയിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് പ്രശ്നങ്ങൾ ഇല്ലായിരുന്നെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആക്ച്വലി എഴുതി വെച്ചൊരു സംഭവമുണ്ട്, വോയിസ് വളരെ സ്മൂത്ത് ആയിരിക്കുന്നു എന്ന്. പിന്നെ ഇത് ഇപ്പോഴേ പറഞ്ഞപ്പോഴേ മനസ്സിലായത് വോയിസ് വേറൊരു സാധനമാണ് ഇറക്കിയത് അല്ലേ. പക്ഷേ ഈ കള്ളത്തൊണ്ടയിൽ പാടി ഒരളവ് വരെ ശ്രുതി തെറ്റാതെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അതൊരു കഴിവാണ് കേട്ടോ. എന്ന് വെച്ചുകൊണ്ട് അത് എപ്പോഴും ചെയ്യരുത്. നല്ല സ്മൂത്ത് ആയിരുന്നു കേൾക്കാൻ കേട്ടോ. പിന്നെ ഈ പാട്ട് പാടിയത് ആരാണ്? ലതാ രാജു മാം. എനിക്ക് എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ആലാപ് രാജുവിൻ്റെ അമ്മയാണ് ലതാ ആൻറ്റിയും രാജു അങ്കിളും. അങ്ങനെയാണ് ഞാൻ കൂടുതൽ ഇവരെ പറ്റി അറിയുന്നതും. രാജു അങ്കിൾ നല്ലൊരു മ്യൂസിക് കമ്പോസറാണ്, ലതാ ആൻറ്റി നല്ലൊരു പ്ലേ ബാക്ക് സിംഗർ ആണെന്നൊക്കെ. കൂടാതെ വേറൊരു കാര്യം കൂടി ഉണ്ട്, പ്രശസ്ത ഗായിക ശാന്ത പി നായരുടെ മകളാണ്. ആലാപ് രാജു എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ പാട്ടുകളിൽ എല്ലാത്തിലും ബേസ് ഗിറ്റാർ വായിക്കുന്ന മ്യൂസീഷ്യൻ ആലാപ് രാജു ആണ്. പക്ഷെ ആലാപ് രാജു ബേസ് ഗിറ്റാർ വായിക്കുന്നതിനേക്കാളും ചെന്നൈയിൽ അറിയപ്പെടുന്നത് ഒരു ഹിറ്റ് പാട്ടുകാരനാണ്. എങ്കേയും എപ്പോഴും, പിന്നെ എന്നമോ ഏതോ എന്നുള്ള പാട്ടൊക്കെ അല്ലേ, അതൊക്കെ പാടിയിരിക്കുന്നത് ആലാപ് രാജു ആണ്. അപ്പം ആലാപ് രാജുവിൻ്റെ അമ്മയാണ് ലതാ ആൻറ്റി. ലതാ ആൻറ്റിയുടെ പാട്ടെടുത്തതിൽ എനിക്കും വളരെയധികം സന്തോഷം. ലിറിക്സ് ഇവിടെ ഒരു ഇഷ്യൂ അല്ല. ഒന്നാമത് നിങ്ങൾ ഇത്രയും പാടുന്നത് തന്നെ അതൊരു വലിയൊരു സംഭവം തന്നെയാണ് പിള്ളേരെ സംബന്ധിച്ച്. അപ്പോൾ ഒരു വരി അവിടെ ഇവിടെയൊക്കെ മാറിപ്പോയതുകൊണ്ട് അല്ലെങ്കിൽ മറന്നു പോയതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അവിടുന്ന് നിങ്ങൾ അപ്സെറ്റ് ആവുമ്പോഴാണ് നമുക്ക് വിഷമാവുന്നത് കേട്ടോ. അതുവരെ മോളുടെ സിംഗിങ് വളരെ നല്ലതായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് മോളുടെ മൂഡ് എഫക്റ്റഡ് ആയപ്പം ഒരു പൊട്ടിക്ക് താഴെ വന്നു. അതുകൊണ്ട് ഇനി തെറ്റ് പറ്റിയാൽ തെറ്റ് പറ്റിക്കോട്ടെ, കുഴപ്പമില്ല. അവിടുന്ന് അങ്ങോട്ട് എഫക്റ്റഡ് ആവരുത്. പ്രോമിസ്? പ്രോമിസ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. വന്ദിത കുട്ടി, നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. നല്ലൊരു സോങ്ങാണ് ലത ചേച്ചി പാടിയത്. എനിക്കും ആ ഫാമിലിയായിട്ട് നല്ല ബന്ധമാണ്. കാരണം ഞാൻ എൻ്റെ തുടക്കകാലം മുതൽ തന്നെ ജയം രാജു ചേട്ടൻ്റെ പാട്ടുകൾ പാടാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അവരുടെ സ്റ്റുഡിയോയിൽ, അവരുടെ വീടിൻ്റെ മുകളിൽ തന്നെയാണ് അവിടെ പോകാറുണ്ടായിരുന്നു. ഈ പാട്ട് കുറച്ചും കൂടി സമയമെടുത്ത് പഠിച്ച് പാടേണ്ട ഒരു പാട്ടാണ്. പെട്ടെന്ന് 2 ദിവസം കൊണ്ട് പഠിച്ച് പാടാൻ പറ്റുന്നൊരു, മോളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും വോയിസ് റെസ്റ്റ് ചെയ്യണം. മോളിപ്പോൾ ഈ സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല സത്യത്തിൽ. ആ സ്ട്രെയിൻ മോളുടെ വോയിസിൽ അറിയുന്നുണ്ട്. അതെന്ത് പറ്റി? വേണ്ട വേണ്ട, അതിന് വിഷമിക്കൊന്നും വേണ്ട അങ്ങനത്തെ കേട്ടോ. അത് അങ്ങനെ അതിനുവേണ്ടി പറയണതല്ല. പാട്ടുകാരി ആവാന്നുള്ളതല്ലേ സ്വപ്നം അല്ലേ? അതെന്തായാലും സാധിക്കും. നല്ല കഴിവുള്ള കുട്ടിയാണ് മോള്. സന്തോഷത്തോടെ ഇരിക്കും. ഞാൻ കൃഷ്ണന്റെ ഒരു പാട്ട് തന്നെ മോൾക്ക് പാടിത്തരാണ്. ചിരിച്ചോണ്ടിരിക്കും. ഓക്കെ. ഹരികാംബോജി രാഗത്തിൽ തന്നെ ജയമാഷ് ചെയ്തിട്ടുള്ള ജയമാഷ് ചെയ്തിട്ടുള്ള പാട്ടാണ് മയിൽപീലിലെ. ഞാനതിൻ്റെ പല്ലവി കുറച്ച് നാൾ മുമ്പ് ഇവിടെ പാടിയിരുന്നു, വേറൊരു കണ്ടസ്റ്റന്റ് പാടിയപ്പോൾ. ഇത് അതിൻ്റെ അനുപല്ലവിയിൽ നിന്നാണ് ഞാൻ പാടുന്നത്. രാവിലെ അവിടുന്നു പട്ടേരിപ്പാടിൻ്റെ വാദം ചികിത്സിക്കാൻ പോകുന്നു.
രാവിലെ അവിടുന്നു പട്ടേരിപ്പാടിൻ്റെ വാദം ചികിത്സിക്കാൻ പോകുന്നു. നാരായണീയമാം ദക്ഷിണയും വാങ്ങി നേരെ മധുരയ്ക്കു മടങ്ങുന്നു. ജീവിത ഭാഷ കാവ്യത്തിൽ പിഴയുമായി പൂന്താനം പോലെ ഞാനിരിക്കുന്നു. കൃഷ്ണ തോറ്റു ഞാൻ ഭഗവാനെ. ഹരികാംബോജി രാഗം പഠിക്കുവാൻ ഗുരുവായൂരിൽ ചെന്നു ഞാൻ. പല നാളവിടെ കാത്തിരുന്നെങ്കിലും ഗുരുനാഥനെന്നെ കണ്ടില്ല. ഗുരുവായൂരപ്പൻ കണ്ടില്ല. സവാഷ് 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 സൂപ്പർ. താങ്ക് യു. ഹാപ്പി ആയോ? നേരെ ഗുരുവായൂർ പോയി അങ്ങോട്ട് തൊഴ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്. താങ്ക് യു സർ. വന്നിത കുട്ടി, ഓ എന്തിനാ ചക്കരി കരഞ്ഞേ? ഞാൻ വേണച്ചിട്ട് ഓച്ചടി ഒന്നും വേണ്ടടാ. ഇല്ല, അവള് വെറുതെ നിക്കുക. പക്ഷെ അതെ, കണ്ണീന്ന് വെള്ളം അത് വരുന്നു. ചിലപ്പോ അങ്ങനെ വരും. കണ്ണീന്ന് വെള്ളം വരുന്നു. എന്തൊരു അത്ഭുതം പോലെയാ. അല്ല, അവൾ അതിശയിച്ച് പറയാ, ഇതെന്താ എന്റെ കണ്ണീന്ന് വെള്ളം വരുന്നു? അല്ല കുട്ടാ, മോള് പാടുമ്പം എന്തെങ്കിലൊക്കെ ഇതായാലും ഇവരൊക്കെ ഹെൽപ്പ് ചെയ്യല്ലോ അവനെ. അപ്പം നല്ല ഇതായിട്ടിരിക്കണ്ടേ കെട്ടിച്ചക്കരെ. ഒന്നും കുഴപ്പമില്ല, മോള് തെറ്റിയാലും കുഴപ്പമില്ല. അവനെ കുട്ടികളാണ് നിങ്ങളൊക്കെ. ഓക്കെ, എൻജോയ്. എല്ലാം ഒരു കുഴപ്പം മോളുടെ കണ്ണിന്ന് വെള്ളം വരരുത്. നന്നായിരുന്നു മോളെ. ഓക്കെ, Thank you, ma'am. അസലായിരുന്നു. ഓക്കെ, ഉമ്മ. അയ്യ, ഗുഡ്. വെരി ഗുഡ്. അറിയാമെങ്കിൽ പറയരുതേ. ആ ശരി. ഒരിരുട്ട് നിറഞ്ഞ മുറി, കുറ്റാക്കുറ്റി. കുറ്റാക്കുറ്റിരുട്ട്, ചുറ്റും ചീവീടുകളുടെ ശബ്ദം. നിങ്ങൾ ആ ഇരുട്ട് മുറിയിലോട്ട് കടക്കുമ്പോൾ അവിടെ മെഴുകുതിരിയുണ്ട്, ഒരു വിളക്കുമുണ്ട്. ഇതിലേതാദ്യം കത്തി? ആദ്യം ഏതാ കത്തിക്കുന്നത്? അത് കത്തിക്കോട്ടല്ലേ ഇരിക്കുന്നേ? അല്ല, ആദ്യം ഏതാ കത്തിക്കുന്നത്? തീപ്പെട്ടി. മിടുക്കി കണ്ട, അതാണ്. അതെ. വന്ദിത കുട്ടി, ടുഡേ ഐ ആം ഗിവിംഗ് യു 7.25 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. വന്നിത് മോൾ അങ്കിള് മോൾക്ക് തരുന്നു 7.75 out of 10. താങ്ക് യു സർ. മധുവങ്കളും മോൾക്ക് തരുന്നു 7.25. താങ്ക് യു സർ. So, you got 22.25 out of 30. താങ്ക് യു സർ. മോളുടെ ഗ്രേഡ് അനൗൺസ് ചെയ്യുന്നതിൻ്റെ മുമ്പേ എനിക്ക് മോളുടെ അടുത്തൊരു കാര്യം പറയണം. മോള് വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടൊരു കുട്ടിയാണ്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നത്തിങ് ഈസ് ഇമ്പോസിബിൾ, ഐ വിൽ ഡു ഇറ്റ് എന്നുള്ളൊരു സ്പിരിറ്റ് ഉള്ളൊരു കുട്ടിയാണ് മോള്. അപ്പം മോള് നല്ല ഫുൾ പവറിൽ ഇനി വരും. യു ഗെറ്റ് എ ട്രിപ്പിൾ വാവ്. താങ്ക് യു സർ. വന്ദിത, ഓ എന്ത് പോക്കറ്റ് വേണം പറയൂ? കോൺഫിഡൻസ് പോക്കറ്റ്. ഒരു കോൺഫിഡൻസ്. അടിയൊരു കോൺഫിഡൻസ് പൂക്കുറ്റി. താങ്ക് യു സർ. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് എ ട്രിപ്പിൾ വാവ്. താങ്ക് യു. വാവ് വാവ് വാവ്. അപ്പൊ പ്രേക്ഷകർ പാട്ടൊക്കെ കേട്ടു. പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം ടോപ്പ് സിംഗർ ആപ്പിൽ കയറി QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ഞങ്ങളൊന്നും വേണ്ട കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. സന്തോഷായിട്ട് കരഞ്ഞതാ. ആണോ? മനസ്സിലായത് പോയി. സാരില്ല, ഒന്നും കരഞ്ഞ കുഴപ്പമില്ല. ചേച്ചാ എല്ലാ കൂട്ടുകാരും ബോർഡ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുകയാണല്ലേ. പഠിക്കുമ്പോൾ ടൈം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തതല്ലേ നിങ്ങൾ നേരിടുന്ന മെയിൻ പ്രോബ്ലം?
എന്നാൽ 90+ ആപ്ലിക്കേഷനിൽ എക്സാം ഓറിയന്റഡ് ആയി തയ്യാറാക്കിയിരിക്കുന്ന ഫോക്കസ് ഏരിയ മെറ്റീരിയൽസ് പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് എത്തും മുമ്പേ തന്നെ കൂട്ടുകാർക്ക് 90+ മാർക്ക് ഉറപ്പാക്കാൻ കഴിയും. കംപ്ലീറ്റ് സിലബസ് റിവൈസ് ചെയ്താൽ ഓരോ ചാപ്റ്റേഴ്സും വീഡിയോസ് രൂപത്തിൽ ആനിമേറ്റഡ് വിഷ്വൽസ് ഉപയോഗിച്ചാണ് 90+ ഒരുക്കിയിരിക്കുന്നത്. സോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ 90+ മൈ ട്യൂഷൻ ആപ്പ്. അനുഗ്രഹ സ്വര സന്ധ്യയിൽ നാദ നിറവേകിയ കുഞ്ഞുമണിമുത്ത് നമ്മുടെ മേഘ്ന കുട്ടി. വെൽക്കം മേഘ്ന. വീട്ടിലേക്കേ ഇല്ല. അയാളുടെ കൂടെ എന്നെ ജീവിക്കത്തേ ഇല്ല. ആ വീട്ടിലോട്ടേ കയറി ചെല്ലത്തുള്ളൊന്നും ജീവിക്കുകയാണെങ്കിൽ അത് അവന്റെ കൂടെ മാത്രമേ ഉള്ളൂന്ന് പറഞ്ഞല്ലേ 5 കൊല്ലം മുമ്പ് നീ അവനെയും കല്യാണം കഴിച്ചു പോയത്. എന്നിട്ടിപ്പൊ എന്തോ പറ്റി? 5 കൊല്ലം പുള്ളിക്കാരനോട് ജീവിച്ചപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് എന്ത്? പുള്ളിയുടെ കൂടെ ജീവിക്കാൻ കൊള്ളത്തില്ലെന്ന്. അതുകൊണ്ട് ഞാൻ ഇങ്ങ് പോന്നു. എന്നിട്ട് രാമു എവിടെ? അച്ഛാ, അച്ഛന്റെ രാമു വന്നു. കഴിക്കച്ചാ, എന്റെ പൊന്നച്ഛനല്ലേ. എനിക്ക് മധുരൊന്നും വേണ്ട. എടാ, എനിക്ക് ഷുഗർ ഹൈയാ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഞാനേ അച്ഛന്റെ മൂത്ത മോനല്ലേ, ഇതെല്ലാം കഴിച്ചേ പറ്റൂ. മോനെ രാമു, എനിക്ക് വേണ്ട. അച്ഛൻ അത് പറഞ്ഞാ പറ്റില്ല. അച്ഛൻ കഴിക്കണം. കഴിക്കച്ചാ, കഴിക്ക്. ഞാൻ ഈ മധുരം എല്ലാം കൂടി കഴിക്കണമെന്ന് നിനക്കെന്താ ഇത്ര നിർബന്ധം? ഷുഗർ കൂടി അച്ഛൻ തട്ടിപ്പോയാലേ സ്വത്ത് മൊത്തം പുള്ളിക്കെടുക്കാലോ. അവൾ ചുമ്മാ വട്ടു പറയുന്നതാച്ചാ. നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ മുന്നേ മധുരം കൊടുക്കണമെന്നാ അല്ലേ? ആ, അത് ശരിയാ. എന്നാ അച്ഛൻ ഇതൊന്ന് ഒരെണ്ണെടുത്ത് കഴിച്ച്. ആ, ഇനി പറ, എന്ത് നല്ല കാര്യം ചെയ്യാനാ നീ പോന്നേ? അച്ഛന്റെ ഈ മോളെ എനിക്കിനി വേണ്ട. ഞാനിവളെ ഉപേക്ഷിക്കുവാ. രാമു കാര്യായിട്ട് പറഞ്ഞതാ? രാമു കാര്യായിട്ടല്ല, ഞാൻ പറഞ്ഞതാ. അതിന് ഞാൻ സമ്മതിക്കില്ല. ചേച്ചി ഇവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. അതിനാർക്ക് വേണോടി നിന്റെ സമ്മതം? ഇത് എന്റെയും കൂടെ വീടാ. അച്ഛന്റെ മൂത്ത മോള് ഞാനാ, നീ എന്റെ അനിയത്തിയാ. അച്ഛാ, പറഞ്ഞു കൊടുക്കച്ചാ. അതെ മോളെ, എന്റെ മൂത്ത മോള് ഇവളാ, നീ അവളുടെ അനിയത്തിയാ. അത് പറഞ്ഞു കൊടുക്കാൻ അല്ല കിടവ പറഞ്ഞത്. ഈ വീട്ടിൽ ഞാൻ നിൽക്കുന്നതിൽ കുഴപ്പമില്ലെന്ന് പറയാൻ. യോ, അതെനിക്ക് പറയാൻ പറ്റത്തില്ല. അതെന്താ? എനിക്കിപ്പോ പണിയൊന്നുമില്ല, ഞാൻ അവളുടെ ചെലവിലല്ലേ കഴിയുന്നേ. ആദ്യം ഭാര്യയുടെ ചെലവിൽ, ഇപ്പൊ മകളുടെ ചെലവിൽ. ഹോ, ഭാര്യമ്മ സുഖം. എന്റെ ചേച്ചി, ജീവിതമാവുമ്പോ കൊച്ചു കൊച്ചു പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. അതിങ്ങനെ കാര്യമായിട്ട് എടുത്താലോ? നീ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ ഇനി ഇയാളുടെ കൂടെ ജീവിക്കത്തില്ല. ഞാനും. മോളെ, ഇനിയിപ്പോ ഇവരുടെ വഴക്ക് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യും? എന്റെ അച്ഛ, ഒറ്റപ്പാട്ട് സീനിൽ തീരാനുള്ള വഴക്കേ ഇവര് തമ്മിലുള്ളൂ. അത് ഞാൻ ശരിയാക്കി തരാം.
ഇപ്പൊ നിങ്ങൾ തമ്മിലുള്ള പണക്കൊക്കെ മാറിയല്ലോ. അതിനാര് പിണങ്ങി? ഇതൊക്കെ ഞങ്ങളുടെ ഒരു തമാശയല്ലേ അല്ലേ മുത്തേ? അയ്യോ രാമുവേട്ടാ, നമുക്ക് പോണ്ടേ? എന്തിനെത്ര ധൃതി പിടിച്ചു പോകുന്നേ? 2 ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ? എടി കെട്ടിച്ചു വിട്ട പെണ്ണുങ്ങൾ കെട്ടിയോന്റെ വീട്ടിലാ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ നിൽക്കത്തില്ല. രാമുവേട്ടന്റെ വീടാ എന്റെ ലോകം. അച്ഛാ, ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതല്ലേ, രാമുവേട്ടന്റെ കൂടെ ഞാൻ ജീവിക്കത്തുള്ളൂ. എന്നാ വാ പോവാ രാമുവേട്ടാ. നിങ്ങൾ വെക്കോ. എന്തിനാ ഈ പലഹാരം എല്ലാം എടുത്തോണ്ട് പോകുന്നേ? അതോ അച്ഛന് ഷുഗർ അല്ലേ, മധുരം കഴിക്കാൻ പാടില്ല. ഞാൻ കഴിച്ചോളാം. നീയേ ഒത്തിരി മധുരം കഴിക്കണ്ട, ഷുഗർ വരും. എങ്കി പോട്ടെ അച്ഛ. നടക്കും മുത്തേ. ചേട്ടനീ നരങ്ങ മുട്ടായി വാങ്ങിച്ചരാട്ടോ. അതേതായാലും നന്നായി മോളെ. അവരെല്ലാ പ്രാവശ്യവും പിണങ്ങി വരുമ്പോ നീ ആ പിണക്ക മാറ്റി കൊടുക്കാറുണ്ട്. അത് വലിയൊരു കാര്യമാണ്. അതൊക്കെ ശരി തന്നെ. ഇനി അവര് പിണങ്ങി വരുന്നതിന് മുമ്പേ എന്നെ കെട്ടിച്ചു വിട്ടണം. അതെന്തിന്? ചേച്ചി ഇവിടെ വന്ന് നിന്നാലേ എന്റെ കല്യാണം നടക്കത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് കെട്ടിച്ചോണം. ഇല്ലെങ്കിൽ ഞാനാവും അച്ഛനോട് വഴക്കുണ്ടാക്കുന്നത്. മേഘനക്കുട്ടി, എന്തെന്തോ ഞാൻ തൊഴുന്ന കേട്ടാ. അയ്യോ, എനിക്ക് വയ്യ ഈ പ്രായത്തിൽ ഇത്രയും ലിപ്സിങ് ചെയ്യാന്ന് പറഞ്ഞാല്. തുടക്കം തൊട്ട് ഞാൻ അവസാനം വരെ ശ്രദ്ധിക്കായിരുന്നത് കറക്റ്റ് സിങ്ക്. അത് ആ ടൈം വരുമ്പോ എടുക്കണ്ടേ? അത് വളരെ കൃത്യമായിട്ട് ആക്ഷൻസോ. ഇനി വരുമ്പം ഒരു കാര്യം ചെയ്യണം, അച്ഛൻ അതിന് മുമ്പ് കെട്ടിച്ചു വിട്ടണം, ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമാണെന്നൊക്കെ. അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് സൂപ്പർ. മിടുക്കിയാണ് നീ, മിടുമിടുക്കി. അതുപോലെ തന്നെ ഈ സെക്കൻഡ് ബീജിയം ഉണ്ടല്ലോ, ലാസ്റ്റ് ബീജിയം, അത് വായിച്ചിട്ട് പെട്ടെന്ന് പാട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ വെരി ഡിഫിക്കൽട്ടാണ്. അത് അത്രയ്ക്ക് ഷാർപ്പായിട്ട് നിൽക്കുന്ന ഒരു കുട്ടിക്ക് മാത്രമേ ആ പോയിന്റിൽ എടുക്കാൻ പറ്റൂ. അതായത് ചേട്ടനെ ചെറിയ മാട്ടിയൊരു ആ സ്ഥലം, ആ ബീജിയം ഒന്ന് വായിക്കാമെന്ന്. അമ്മോ, ഓക്കെ. അവള് താളമിട്ട് അത്ര കൃത്യമായിട്ട് എടുത്തിരിക്കുന്നു. എന്തായാലും സമ്മതിച്ചു മോളെ. ഞാൻ മോക്ക് സമ്മാനം തരുന്നുണ്ട്. എന്ത് സമ്മാനം? അന്ന് പറഞ്ഞില്ലേ എന്റെ അടുത്ത്? എല്ലാം കഴിയട്ടെ. ഞാൻ എന്തേണ്ട അവിടെ ആ മൂലയ്ക്ക് വന്നു ഒരു ഡോളിനെ ഞാൻ ഇങ്ങനെ പിടിച്ചോണ്ട് തരും. ഓക്കെ മേഘനക്കുട്ടി, അടിച്ച് പൊളിച്ച് മേഘനക്കുട്ടി, സൂപ്പർ. എനിക്ക് സത്യം പറഞ്ഞ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു ഈ റൗണ്ടിൽ. കാരണം ഇതിലെ ഏറ്റവും ചെറുതുള്ള കുട്ടികളിൽ ഒന്നാണല്ലോ മേഘന വന്ന ഈ സ്കിറ്റ് എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് ടൈം ചെയ്ത് സിങ്ക് ചെയ്യാന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞല്ലോ, ഇത് സ്കിറ്റ് റൗണ്ട് അല്ലേ? ഇന്നലെ രാത്രി 12 മണിക്ക് ഞങ്ങളെ എല്ലാരും ഫോൺ ചെയ്ത് പറഞ്ഞു. രാത്രി 12 മണി ഞങ്ങളൊക്കെ ഉറക്കമായി. അപ്പോഴ് ദീപുവിനെയും മധുവിനെയും സീമ ചേച്ചിയും എന്നെയൊക്കെ വിളിച്ച് പറഞ്ഞു, നാളെ മേഘനയുടെ ഇതുണ്ട്, അതുകൊണ്ട് നല്ല എനർജറ്റിക് ആയിട്ട് ഇരുന്നോണെന്നൊക്കെ പറഞ്ഞു. അപ്പോ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, അല്ല അതിനു മുമ്പ് എനിക്ക് ചെറിയ സംശയം, ആരാണ് മേഘനയ്ക്ക് വേണ്ടിട്ട് ശബ്ദം തന്നത്? തീർത്ഥ ചേച്ചി. അപ്പൊ തീർത്ഥ ചേച്ചിക്ക് വലിയൊരു കൈയടി. ഓക്കെ. മോള് സാധാരണ ഇവിടെ വരുമ്പം മോളെ ഒന്നും സ്ക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കില്ല. അത് മോളുടെ ഇഷ്ടത്തിനനുസരിച്ച് വിടുമ്പോഴാണ് സംഭവം ഇങ്ങനെ പോകുന്നത്. ഇതാണെങ്കിൽ പക്കാ സ്ക്രിപ്റ്റഡ് ആണ്. അപ്പൊ ഈ സ്ക്രിപ്റ്റിനനുസരിച്ച് കറക്റ്റ് ലിപ്പ് കൊടുത്ത് സംസാരിക്കണമെങ്കിൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പുറത്തിരുന്നിട്ട് പ്രാക്ടീസ് ചെയ്ത് ആ സമയത്തായിരുന്നു മധുവങ്ങളും വന്നത്. പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നു, വീട്ടിലിരുന്നപ്പോഴും പ്രാക്ടീസ് ചെയ്ത്. അപ്പൊ എന്തായാലും അത് വളരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു. ഇത്രയും കുഞ്ഞു വാവയുടെ ശ്രദ്ധ എല്ലാത്തിലും പെർഫെക്റ്റ് ആയിട്ട് വന്ന് വലിയ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ മോള് ചെയ്തില്ലേ? അതിലാണ് ഇന്ന് ഏറ്റവും വലിയ കയ്യടി മോൾക്ക് കിട്ടുന്നത്. ഓക്കെ.
പാട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ മോൾ എപ്പോഴത്തെയും പോലെ പാട്ട് വളരെ കെയർഫുൾ ആയിട്ടാണ് മോൾ പാടിയത്. എനിക്ക് ആ ഇടയിലുള്ള ഒരു കെയർഫുൾ എന്ന് പറഞ്ഞാൽ എന്താ, സൂക്ഷിച്ചു വെക്കാനോ, സൂക്ഷിച്ച് വെക്കാം. പാട്ടിന്റെ കാലൊന്നും ഇടിക്കാതിരിക്കാനോ. അതെ, പാട്ടിന്റെ കാലൊന്നും ഇടിക്കാതിരിക്കാൻ വേണ്ടി അതിനല്ലേ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. അതെ, കെയർഫുൾ എന്ന് വെച്ചാൽ സൂക്ഷിക്കുക, അതെ, അതെ, അതാണ് അതെ. നമ്മൾ ഉദ്ദേശിച്ചത്. പാട്ടിന്റെ കാലും കയ്യൊന്നും ഒടിക്കാതെ നമ്മൾ സൂക്ഷിച്ചു വെക്കണം. ഞാൻ തമാശ പറയാ കേട്ടോ. ഇത് തമാശയാണേ, കേട്ടോ? ശരി ശരി, കോമഡി കോമഡി. ചിരിക്കുന്നു മേഘനക്കുട്ടി, എല്ലാരും ഒന്ന് ചിരിച്ചേ. ഇതെന്ത് ചിരി, ഞാൻ പേടിച്ചു. ചില ഭൂതത്തിന്റെ ചിരി. സോറി. ഓക്കെ അല്ലേ? Done. ഓക്കെ, അപ്പൊ എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. ഗ്യാരണ്ടീഡ് എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴത്തെ പോലെ മേഘന വരുമ്പം എന്റർടൈൻഡ് ആയിട്ടിരിക്കുന്ന പോലെ തന്നെ ഇന്നും ഈ റൗണ്ടിൽ വന്ന് വാവക്കുട്ടി ലോകത്തിനെ എന്റർടൈൻ ചെയ്തിരിക്കുന്നു. താങ്ക് യു. മേഘനക്കുട്ടി എന്തെന്തോ ഇന്ന് കാലക്കല്ലോ ആടിച്ച് പൊളിച്ചല്ലോ. ഇന്ന് അഭിനയവും ഡാൻസും ആക്ഷനും മറ്റേ ഇടയ്ക്കുള്ള ഏത് ആ ഷോള് വെച്ച് ഇങ്ങനെയൊക്കെ കാണിച്ചില്ല, ആദ്യം ഡാൻസ് ചെയ്തില്ലേ? മറ്റേ മാനത്തേക്ക് ഇട്ട ഷോൾ അതാണിത്. അതാണിത്. ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെ കറക്റ്റ് സമയത്ത് അഭിനയിക്കുന്ന ഡയലോഗിന്റെ സമയത്ത് എന്നെ കൂടി പഠിപ്പിച്ചു തരുമോ? എങ്ങനെയത്? ആ തീർത്ഥ ചേച്ചി പറയാൻ തുടങ്ങും, ആ അപ്പൊ നമ്മൾ എന്റെ കൂടെ പറയണം. ആണോ? ഓ, അത് ഞാൻ കൊറേ പ്രാക്ടീസ് ചെയ്ത് കിട്ടിയ അങ്ങനെ കിട്ടിയതാണോ? പ്രാക്ടീസ് ഇങ്ങനെ ചെയ്ത് ഓ, അത് ശരി ശരി. അങ്ങനെയല്ലേ കിട്ടാ, വേറെ അങ്ങനെ ചെയ്യാതെ പിന്നെ ഒന്നും കിട്ടില്ലല്ലോ. പിന്നെ അറിയാതെ ശരിയാ, പ്രാക്ടീസ് ചെയ്താലേ എല്ലാം കറക്റ്റ് ആവുള്ളൂ അല്ലേ? പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെ പ്രാക്ടീസ് ചെയ്യണേ? ജിൽ 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 എന്ന് പ്രാക്ടീസ് ചെയ്യോ? ഓ, ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും കലക്കിയിട്ടുണ്ട്, നന്നായിരുന്നു കേട്ടോ. പിന്നെ കിണി, ആ കിണി ഇതേ അറ്റത്തേക്കണ ചേട്ടൻ കിണിന്ന്. കോമഡി പേരാണോ? മേഘനക്കുട്ടി ആടിച്ചു പൊളിച്ചു. ഓക്കെ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചൊരുമ്മ തരുമോ? അയ്യോ, അയ്യടാ. അവള് തൊട്ടൊക്കെ നോക്കുന്നു. കവിളിലൊക്കെ തൊട്ട് കളിക്കണു. അതിന്റെ ആ മാല തരുമോന്നാണ് ചോദിക്കുന്നത്. ഒന്നുമില്ല, മാല തരുമെന്നൊന്നുമല്ല, എനിക്ക് വേറെ മാലയുണ്ട്. ഡാൻസസ് ചേച്ചിമാരൊക്കെ പറഞ്ഞു ഒരു കളർഫുൾ മാലയുണ്ട്, അത് തരാന്ന് പറഞ്ഞു. ആണോ? ഒരു ചുന്നരി കുട്ടിയല്ലേ? ചുന്നരി കുട്ടിയപ്പ അയ്യോ, നന്നായിരുന്നു മോനെ. കുറുക്കുമൊഴി കുറുകണ കുറുമ്പി പെണ്ണേ എൻ കണ്ണേ കരുത്തമിഴിയിളകണതെന്തടി കള്ളി കരിങ്കള്ളി കുറുക്കുമൊഴി കുറുകണ കുറുമ്പി പെണ്ണേ എൻ കണ്ണേ കരുത്തമിഴിയിളകണതെന്തടി കള്ളി കരിങ്കള്ളി ചില്ലുടഞ്ഞ കണ്ണാടി കണ്ണിനുള്ളിലെന്താ. മോളു, ഞാൻ അന്തം പെട്ടിരിക്കുകയാണ് മോളു. എനിക്ക് പറയാൻ വാക്കുകളില്ല. ഞാൻ ഏതോ വേറെ ലോകത്തിലുള്ള ഫീലിംഗ്. എനിക്കെന്തോ ഭയങ്കര അത്ഭുതവും വായും തുറന്നിരിക്കുകയാണ് ഞാൻ. എന്താ പറയണ്ടെന്ന് ഒരു പിടിയില്ല. അസലായിരുന്നു കുട്ടുമ്മ. താങ്ക് യു, വന്ന് ഇവിടെ ഉമ്മ തന്നതൊക്കെ അതുപോലെ എല്ലാം നന്നായിരുന്നു. എനിക്ക് വാക്കുകളില്ല പറയാൻ. സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പൊ മോക്ക് ഡോള് വേണ്ടേ? വേണം. ആ കണ്ണടച്ച് നിൽക്കണം, കണ്ണ് തുറക്കരുത്. പറ്റിക്കരുത്, ശരിക്കും മുറുക്കി അടക്കണം. അവളെന്നെ പൊത്തി.
ഹാപ്പി ആയോ മേഘ്ന? ആയി. ഇനി എന്ത് വേണം? ഇനിയൊന്നും വേണ്ട. പറ, ഇനി എന്ത് വേണം? മുട്ടായി വേണോ? ഇതിന് മേക്കപ്പിന്റെ സാധനം. ഓക്കെ, അപ്പൊ അടുത്ത തവണ വരുമ്പോഴും മേക്കപ്പിന്റെ സാധനം തരും. എന്താണ്, പൗഡർ വേണോ അതോ ഇതിന് മേക്കപ്പ് യാഡ്ലി മതിയോ? അല്ല, ബാർബിക്ക് മേക്കപ്പ് ഓർമ്മിക്കല്ലേ യാട്ടില്? ഇപ്പൊ കരയുന്നു. അപ്പോ മേഘനക്കുട്ടിക്ക് ഞാൻ തരുന്ന മാർക്ക് 9.75 ഔട്ട് ഓഫ് 10. മേഘന കുട്ടിക്ക് ദീപക് അങ്കിൾ തരുന്ന മാർക്ക് 9.75. മേഘനക്കുട്ടിക്ക് മധുവങ്കൾ തരുന്നു വീണ്ടും 9.75. ടോട്ടൽ 29.25 ഔട്ട് ഓഫ് 30. And that means മേഘന മോൾക്ക് ഇന്ന് വീണ്ടും കിട്ടിയിരിക്കുന്നു a golden crown. ആടിയൊരു എന്തെന്തോ പൂക്കുറ്റി. Congratulations, you are awarded a golden crown. അപ്പൊ പ്രേക്ഷകർ പാട്ടൊക്കെ കേട്ടു. പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം ടോപ്പ് സിംഗർ ആപ്പിൽ കയറി QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും പ്രേക്ഷക മനം കവർന്ന പ്രിയപ്പെട്ട പാട്ടുകാരി കോഴിക്കോട് നിന്നും നമ്മുടെ ദേവൂട്ടി. വെൽക്കം ദേവനന്ദ ഓൺ സ്റ്റേജ്. മിസ്റ്റർ ദേവുറ്റി. ദേവൂട്ടിയോ? കേട്ടോ വിളിക്കുന്നില്ല? ഏത് പാട്ടാണ്? മൗനം പോലും മധുരം. മൗനം പോലും മധുരം. സൂപ്പർ സോങ് അല്ലേ? ഓക്കെ മോളെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.
ദേവനന്ദാ, എനിക്ക് നമ്മളൊക്കെ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞിട്ട് ഇരുന്നപ്പം മോളുടെ ഒരു നോട്ടമല്ലേ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായിരുന്നു നോട്ടം? പിന്നെ അല്ല, ഇതും ഞാൻ ഇന്നലെ ഒരു ദിവസം കൊണ്ട് പഠിച്ചതാ. ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചതല്ലേ? ഭയങ്കര സംഭവം, ഭയങ്കര തന്നെ കേട്ടോ. എന്തായാലും പൊളിച്ചു, ഒരു രക്ഷയില്ല. ജാനകി അമ്മ എന്തൊക്കെ പാട്ടിലിട്ടോ അതൊക്കെ ഈ ചെറിയ ചുമട്ട് അതേപോലെ പഠിച്ചെടുത്ത് ഇടുക എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നെ മോളുടെ ശബ്ദം മോൾക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ജാനകി അമ്മയുടെ പാട്ടുകൾ പാടുമ്പം ഞാൻ മുമ്പേ വേറൊരു കണ്ടസ്റ്റന്റ് കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, വാണിയമ്മയുടെ പാട്ടിൽ ആ കണ്ടസ്റ്റന്റ് ആണെങ്കിൽ ഇപ്പോൾ വാണിയമ്മയുടെ പാട്ട് മാത്രമേ പാടുള്ളൂ. അതുപോലെ ഈ കണ്ടസ്റ്റന്റ് ആണെങ്കിൽ ജാനകി അമ്മയുടെ പാട്ട് മാത്രം. അത് അങ്ങനെ ജാനകി അമ്മയുടെ പാട്ട് തന്നെ എടുക്കണമെന്ന് വിചാരിച്ചെടുത്തല്ല, അറിയാതെ അങ്ങനെ അറിയാതെ അറിയാതെ വന്നു പോകുന്നതാണ്. എനിക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിയാതെ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ ഇടയിൽ കൂടി ഈ ജാനകി അമ്മയുടെ സ്റ്റൈല് മാത്രമേ പാടൂ എന്ന് വിചാരിച്ചപ്പോഴാണ് ഊട്ടിപ്പട്ടണം കൊണ്ടുവന്നൊരു പൊളി പൊളിച്ചത്. അത് വേറെ ലെവലായിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി ജാനകി അമ്മ മാത്രമല്ല, വേണ്ടി വന്ന ഇത് വേറെ സംഭവം കയ്യിലുണ്ടെന്ന് മനസ്സിലായി. എന്തായാലും ഞാൻ എൻ്റെ എക്സൈറ്റ്മെന്റ് കൊണ്ട് അങ്ങ് പറഞ്ഞു തുടങ്ങിപ്പോയി. എന്തായാലും ശ്രീകുട്ടൻ ചേട്ടൻ തുടങ്ങും. മോള് അസലായിട്ട് പാടി. കുറച്ച് ശ്രുതിയുടെ ഏതോ ഒരു പോർഷൻ തുടക്കത്തിൽ മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. എൻ്റെ ഇടയ്ക്കൊക്കെ ഒരു ശക്കലം മിനിയേച്ചറായിട്ടുള്ള, അല്ലാതെ എനിക്കൊരു മിസ്റ്റേക്കും ഇതിനകത്ത് സംഗതിയുടെയോ അല്ലെങ്കിൽ അക്ഷര തെറ്റിപ്പോയെന്നോ ഒന്നും പറയാനില്ല. മോളെ വളരെ വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഒരു ദിവസം കൊണ്ട് ഇത്രയും പഠിക്കാമെങ്കിലേ ഒരു 5-6 ദിവസമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, അതാ ഞാൻ ആലോചിക്കുന്നത്. MS സുബ്ബിന് ഒരു ദിവസം കൊണ്ട് ഈ പാട്ടാണെങ്കിൽ ഒരാഴ്ച കിട്ടിയിരുന്നെങ്കിൽ എന്തായാലും രസമായിരുന്നു. വെരി ഗുഡ് സെലക്ഷൻ. നന്നായി. അച്ഛന്റെ സെലക്ഷൻ അല്ലേ? എന്തായാലും മോള് ഇനി എനിക്ക് തോന്നുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നീ ഒരു ദിവസത്തിൽ പഠിച്ചാൽ മതി. 3 ദിവസം 5 ദിവസം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കൊളായി പോകാൻ സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? അധികം ഈ ഡീറ്റെയിൽസ് ഒന്നും തേടി നടന്ന് കൊളാവണ്ട. ഇപ്പൊ പഠിക്കുന്ന പോക്ക് കറക്റ്റാണ്. പക്ഷെ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞു, അത് ഞാൻ വിശ്വസിക്കാൻ തയ്യാറാണ്. പക്ഷെ ഈ ഒരു ദിവസത്തിൽ ഇത്രയും ഡീറ്റെയിൽസ് എങ്ങനെ ഓർത്തിരിക്കുന്നത്? അത് ബുക്കില് എഴുതി വെച്ചിട്ട് ഡീറ്റെയിൽസ് ഉള്ളതൊക്കെ ഇപ്പം സംഗതിയൊക്കെ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവിടെ ഇങ്ങനൊരു സംഭവമാണെന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് ഡിസൈൻ വരച്ചു വെക്കും. പക്ഷെ ഈ ഡിസൈൻ വരച്ചു വെച്ചാല് ഈ ഡിസൈൻ ആണോ കയ്യിൽ വരുന്നത് പാടുന്ന സമയത്ത്? അങ്ങനെയൊന്നുമില്ല, അതറിയാതെ അങ്ങനെയൊന്നും. അതെയോ? പക്ഷെ അത് അങ്ങനെ വരച്ചാൽ അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുമോ? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും എന്തൊക്കെ തന്നെ ചെയ്താലും പൊളിച്ചടുക്കി, അത്രയും തന്നെ ചുരുക്കത്തിൽ. സൂപ്പർ. ഇനിയും ഇതേപോലത്തെ നല്ല ക്ലാസിക്സ് ഇതേപോലത്തെ സ്റ്റൈലിൽ തന്നെ പാടുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. വരയ്ക്കുന്ന ആളാണോ? വരയ്ക്കോ? ആണോ? മാത്സ് ഭയങ്കര ഇഷ്ടമാണോ? അല്ല അല്ല, വരച്ചിങ്ങനെ ഓർമ്മിക്കാന്നൊക്കെ പറഞ്ഞപ്പോ വരച്ചു തന്നെ അതിൽ എഞ്ചിനീയറിംഗ് സംഭവം കോൺസെപ്റ്റ് മനസ്സിലായാലും ഇഷ്ടമാണ്. ഓക്കെ. എന്തായാലും പാട്ട് വളരെ മനോഹരമായിട്ട് പാടി. താങ്ക് യു സർ. ചിലപ്പോൾ നമ്മൾ വിളിച്ച് പറയാണ്ടൊക്കെ പെട്ടെന്ന് വീട്ടിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും വീട്ടിലേക്ക് പോകുമ്പോൾ അവർ പെട്ടെന്നൊരു കറി ഉണ്ടാക്കി തരും. എന്നാൽ നമ്മളവിടെ മുമ്പും പോയിട്ടുണ്ട്, ആ കറി തന്നെ മുമ്പും കൂട്ടിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ വിളിച്ച് പറയാണ്ട് പെട്ടെന്ന് ചെല്ലുമ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു കറി ഉണ്ടാക്കി തരുമ്പോൾ അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു ഇത് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഇന്നലെ പഠിച്ചിട്ട് ഇന്നിപ്പോൾ പാടിയപ്പോൾ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. അത് മധു ചൂടോടെ കൊണ്ട് വിളമ്പുകയാണ്. ചൂടോടെ. അതെ 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 അതെ. അസലായിട്ട് പാടി. ഓക്കെ. ഈ പാട്ട് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഏത് പാട്ടായിരിക്കും? യെസ് 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 യെസ്, യു ആർ കറക്റ്റ്. യു ആർ റൈറ്റ്, യു ആർ റൈറ്റ്. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരൂ നീ, ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരൂ നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി, വന്നെടുത്തു നിന്നോ മണി മധുരം നുണയും കനവിൻ മഴയിലോ നനയും ഞാനാദ്യമായി, ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരൂ നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. ഇനി ഈ പാട്ട് പാടിക്കേ. മൗനം പോലും മധുരം ഈ മധുനിലാവിൻ മഴയിൽ, മൗനം പോലും മധുരം ഈ മധുനിലാവിൻ മഴയിൽ, മനസ്സിൻ
കനവറിയാതെ വന്നു നീ മിഴിയൂഞ്ഞാലിൽ കനവറിയാതെ ഏതോ കിനാവ് പോലെ മനമറിയാതെ പാറിയൻ മനസരസോരം പ്രണയനിലാക്കിളി നീ ഷഹാന പാടി ഇതുവരെ വന്നുണർന്നിടാത്തൊരു പുതുരാഗം എവിടെ മറന്നു ഞാനീ പ്രിയാനുരാഗം മിഴിയറിയാതെ വന്നു നീ മിഴിയൂഞ്ഞാലിൽ കനവറിയാതെ ഏതോ കിനാവ് പോലെ. മോഹനരാഗത്തിലുള്ള കുറച്ച് പാട്ടുകളാണ് ഇത്. അതെന്തിനാ ചേട്ടനെ പോലെ പറയുന്നത്? ചേട്ടനെ പോലെയാണോ പറഞ്ഞത്? ആണ്. മോഹനരാഗത്തിലുള്ള കുറച്ച് പാട്ടുകളാണ് ഇത്. ദേവിക്കുട്ടി ഓ അസലായിരുന്നു മോളെ. താങ്ക് യു ഇത് തമിഴില് ഭയങ്കര ഹിറ്റായ പാട്ടാണ്. ജയപ്രദയും കമലും മോള് പാടിയത് നന്നായിരുന്നു, അസലായിരുന്നു. കോഴിക്കോട് കരത്തിയല്ലേ? പപ്പാട്ടാ. ഓൾ ദ ബെസ്റ്റ് കുട്ടാ. താങ്ക് യു മാം. ദേവക്കുട്ടിയെ ഹാപ്പി ആയിരിക്കും. ഉമ്മ ഉമ്മ. മാത്സിന്റെ എന്തോ കാര്യം പറയുന്ന കേട്ടില്ലേ മധുവായിട്ട്? ആ കണക്കിന്റെ കാര്യം. അതിപ്പോ പറയണോ? അല്ല, ഞാനൊരു ചോദ്യം ചോദിക്കാം. അതായത് രാമു കണക്ക് ക്ലാസ്സിൽ ആദ്യത്തെ 3 ചോദ്യം അവസാനത്തെ 2 ചോദ്യം തെറ്റിപ്പോയി. പക്ഷേ പുള്ളിക്ക് മൊത്തം കിട്ടിയത് 0 മാർക്ക്. അതെന്ത്? 5 ചോദ്യമുള്ളൂ. അതെങ്ങനെ? ഞാൻ പറഞ്ഞു 3, 2, 5. ആദ്യത്തെ 3 ചോദ്യം, ആദ്യത്തെ 3 ചോദ്യം, പിന്നെ അവസാനത്തെ 2 ചോദ്യം. ആദ്യത്തെ 3 ചോദ്യം, അവസാനത്തെ 2 ചോദ്യം രണ്ട് തെറ്റി. അപ്പൊ 0. അതെന്നടി അതല്ല അങ്ങളിങ്ങനെ ഇരിക്കുന്നേ. 5 ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ. പോട്ടെ പോട്ടെ പോട്ടെ. MSG ഞാൻ ഇന്ന് തരുന്ന മാർക്ക് 9.5 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. ദേവനന്ദ 9.75. താങ്ക് യു സർ. ദേവനന്ദ ഓ 9.75. താങ്ക് യു സർ. അപ്പൊ എത്രയാണ് കണക്കറിയാമല്ലോ? ഇത് പറഞ്ഞേ. 9, 9, 9, 27, 27.5. പെട്ടെന്ന് പറ. 0.5 കൂട്ടാൻ എനിക്ക് അറിയത്തില്ല. പോയി. യു ഗോട്ട് 29 ഔട്ട് ഓഫ് 30. താങ്ക് യു സർ. ദേവനന്ദ, congratulations, you get a golden crown. താങ്ക് യു സർ. ഏത് പൂക്കുറ്റിയാ? കഴിഞ്ഞ തവണ എന്തോ ചോദിച്ചു, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കഴിഞ്ഞ ഇഷ്ടമുള്ള പൂക്കുറ്റി ഒരു അല്ലേ? ദിവസം പൂക്കുറ്റി. കഴിഞ്ഞ പെർഫോമൻസിൽ ഒരു ദിവസം പൂക്കുറ്റി. ഒരു ദിവസം പൂക്കുറ്റിയാണ്. ഒരു ദിവസം പൂക്കുറ്റിയാ. എന്റെ കസിന് കിത്തു ഹരികൃത 2ാമത്തെ ബർത്ത്ഡേ. അപ്പം കിത്തു പൂക്കുറ്റി. ആടി ഒരു കിത്തു പൂക്കുറ്റി. Congratulations, you are awarded a golden crown. താങ്ക് യു സർ. അപ്പൊ പ്രേക്ഷകർ പാട്ടൊക്കെ കേട്ടു. പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം ടോപ്പ് സിംഗർ ആപ്പിൽ കയറി QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. പാട്ടിന്റെ കുളിരലയൊരുക്കാനെത്തുന്നു നമ്മുടെ സ്വന്തം നിമ്മക്കുട്ടി. വെൽക്കം നിമ്മ താജുദ്ദീൻ ഓൺ സ്റ്റേജ്. കുടുംബശ്രീയുടെ പേര് ശാന്തം. ഒട്ടും ശാന്തതയില്ലാത്ത കുറെ എണ്ണങ്ങളും. എന്നെ ഒച്ചപ്പാടി അണ്ണാ പറഞ്ഞു കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ ബാക്കി വഴക്ക് പിടിക്കാനാ. എടി എപ്പോഴും വഴക്ക് പിടിക്കാൻ ഇതിനു മാത്രം എന്നതാടി പ്രശ്നം? എണ്ണ ചൂടാക്കാൻ ചട്ടി അടുപ്പത്ത് വെച്ചത് ഞാനാ. ഇവക്ക് അതിനകത്ത് ഇച്ചിരി എണ്ണ ഒഴിക്കാൻ പാടില്ലേ? ആഹാ, ഇന്നലെ എണ്ണ ഒഴിച്ചതേ ഞാനാ. അതുകൊണ്ട് എന്താടി ഇന്ന് നീ എണ്ണ ഒഴിച്ചാ ചൂടാവില്ലേ? എണ്ണയല്ലടി ഞാനാ ചൂടാവുന്നേ. ചൂടാകും. നിന്റെ തലമണ്ട അടിച്ച് ഞാൻ പൊട്ടിക്കും. പൊട്ടിക്കാൻ ഇങ്ങോട്ട് വാടി. പൊട്ടിച്ചാ നീ എന്തോ ചെയ്യടി? നീ ഒന്ന് പൊട്ടിച്ച്
നോക്കടി. ആ നീ പൊട്ടിക്കാൻ വരുമ്പോഴേ എന്റെ കൈ മാങ്ങാ പറിക്കാൻ പോകുന്നില്ല. പൊട്ടിച്ചു നോക്കടി. ഞങ്ങള് തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. അത് ചോദിക്കാൻ താനാരാ? ഇത് കുടുംബശ്രീയാ. ഞങ്ങൾ ഉണ്ടാക്കുന്ന പലഹാരം ഇയാള് വെറ്റി തന്നാ മതി. കൂടുതൽ ഇങ്ങോട്ട് ഭരിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഡാടാ കൂടുതൽ ആള് കളിച്ചോണ്ടല്ലോ നിന്റെ കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും. നിർത്തടി. നീ ഒക്കെ ഇവിടെ വഴക്കുണ്ടാക്കാൻ വന്നാണോ അതോ വട ഉണ്ടാക്കാൻ വന്നാണോ? വഴക്കുണ്ടാക്കാൻ. അല്ല വടയുണ്ടാക്കാൻ. എടി ഞാനേ ഇതിലെ ലീഡർ, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടാ മതി. നീ പറയുന്നത് കേൾക്കണമെങ്കിലേ നിന്റെ കെട്ടിയോനെ ഇവിടെ വിളിച്ചോണ്ടിരുത്തണം. മിനി നീ അങ്ങനെ പറയരുത്. ഈ കുടുംബശ്രീക്ക് വേണ്ടി ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ? ആ കഷ്ടപ്പാടിന്റെ ബലമൊക്കെ നീ ബാങ്കിൽ കൊണ്ടിട്ടിട്ടുണ്ടല്ലോ. അതൊക്കെ ഞങ്ങൾക്ക് അറിയാടി. ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞാണ്ടല്ലോ കണ്ണടിച്ച് പൊട്ടിക്കുമായിരിക്കും. അല്ലടി, നിന്നെ കറക്കുട്ടി അടിച്ച് ഞാൻ പൊട്ടിക്കും. ഞാനേ അധികം ഒച്ച വയ്ക്കാത്ത എന്തുകൊണ്ടെന്ന് അറിയാമോ? എന്റെ ശബ്ദത്തിന് സ്ക്രാച്ച് വീഴും. വലിയ പാട്ടുകാരിയാന്നാ വിചാരം. എവിടെയോ പാട്ട് പാടി 4 സോപ്പ് പെട്ടി കിട്ടിയെന്ന് പറഞ്ഞ് വലിയ കേസ് ചിത്രയെന്നാ ഭാവം. എടി നീ അങ്ങനെ പറയരുത്. നമ്മക്കിടയിൽ ഒരു കലാകാരി അവളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ആ പറഞ്ഞ ശരിയാ. കെട്ടിയോന്റെ വഴക്ക് കാരണം നിനക്കേതായാലും വീട്ടിലിരുന്ന് പാട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. മാത്രമല്ല നീ ഇവിടെ ഒരു പണിയും ചെയ്യുന്നില്ല. അതുകൊണ്ടേ നീ 2 വരി പാട്ട് പാട്. നിനക്ക് പ്രാക്ടീസും ആകും, ഞങ്ങൾക്കത് കേൾക്കുകയും ചെയ്യാം. പരിപ്പ് വട പക്കുവട പരിപ്പ് വട പക്കുവട പരിപ്പ് വട പക്കുവട പരിപ്പ് വട പക്കുവട കൊക്കുവട പപ്പട വട നമ്മുടെ വായിൽ ചടപടപട നമ്മുടെ വായിൽ ചടപട നമ്മുടെ വായിൽ ചടപടപട നമ്മുടെ വായിൽ ചടപട പരിപ്പ് വട പക്കുവട പരിപ്പ് വട പക്കുവട പരിപ്പ് വട പക്കുവട കൊക്കുവട പപ്പട വട നമ്മുടെ വായിൽ ചടപടപട നമ്മുടെ വായിൽ ചടപട നമ്മുടെ വായിൽ ചടപടപട നമ്മുടെ വായിൽ ചടപട പരിപ്പ് വട പക്കുവട. തിന്നാലും തിന്നാലും മതി വരലില്ല, തിന്നാതിരുന്നാലോ കൊതിയടങ്ങില്ല. തിന്നാലും തിന്നാലും മതി വരലില്ല, തിന്നാതിരുന്നാലോ കൊതിയടങ്ങില്ല. ഓടി ഓടി വന്നോ നിനക്ക് മനസ്സുണ്ടെങ്കിൽ തിന്നോ, ഓടി ഓടി വന്നോ നിനക്ക് മനസ്സുണ്ടെങ്കിൽ തിന്നോ, ഓടി ഓടി വന്നോ നിനക്ക് മനസ്സുണ്ടെങ്കിൽ തിന്നോ. വിറ്റാമിൻ സി ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്. വിറ്റാമിൻ സി ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്. ക്യാറ്റ് നമ്മുടെ വായിൽ ചടപടപട നമ്മുടെ വായിൽ ചടപട നമ്മുടെ വായിൽ ചടപടപട നമ്മുടെ വായിൽ ചടപട പരിപ്പ് വട പക്കുവട പരിപ്പ് വട പക്കുവട പരിപ്പ് വട പക്കുവട കൊക്കുവട പപ്പട വട നമ്മുടെ വായിൽ ചടപടപട നമ്മുടെ വായിൽ ചടപട നമ്മുടെ വായിൽ ചടപടപട നമ്മുടെ വായിൽ ചടപട പരിപ്പ് വട പക്കുവട. സൗന്ദര്യം വർദ്ധിക്കാൻ നല്ലൊരു ഉപായം, സൗഭാഗ്യം നേടാനും വടകൾ സഹായം. സൗന്ദര്യം വർദ്ധിക്കാൻ നല്ലൊരു ഉപായം, സൗഭാഗ്യം നേടാനും വടകൾ സഹായം. ആണുങ്ങൾക്കും തിന്നാം ഏതു പെണ്ണുങ്ങൾക്കും തിന്നാം, ആണുങ്ങൾക്കും തിന്നാം ഏതു പെണ്ണുങ്ങൾക്കും തിന്നാം. ആണുങ്ങൾക്കും തിന്നാം ഏതു പെണ്ണുങ്ങൾക്കും തിന്നാം. വിറ്റാമിൻ ഡി ഉണ്ട്, ഓ ഉണ്ട്, ഡി ഉണ്ട്. വിറ്റാമിൻ ഡി ഉണ്ട്, ഓ ഉണ്ട്, ഡി ഉണ്ട് ട്ടോ. നമ്മുടെ വായിൽ ചടപടപട നമ്മുടെ വായിൽ ചടപട നമ്മുടെ വായിൽ ചടപടപട നമ്മുടെ വായിൽ ചടപട പരിപ്പ് വട പക്കുവട പരിപ്പ് വട പക്കുവട പരിപ്പ് വട പക്കുവട
അയ്യോ ഉയ്യോ ഇതെന്ത് പറ്റി? ഇതെന്താ ഇത്രയും പെട്ടെന്ന് വയറ് വളർന്നത്? അയ്യോ വയറ് വളർന്നതല്ലടി, വയറ് വീർത്തു. അയ്യോ അതെ, വിൽക്കാൻ തന്ന പരിപ്പോടെ മൊത്തം തന്നിട്ട് ഗ്യാസ് കയറിയതാ. ആ ഗ്യാസ് കയറിയതാണെങ്കിലേ ഇഞ്ചിനീര് കൊടുത്താൽ മതി. ഇഞ്ചിനീര് കൊടുത്താൽ ശരിയാവത്തില്ല, പുറത്തിടിച്ചാൽ മതി. നിനക്കിട്ട് എഴുതി തരേണ്ടത്. അങ്ങനെ ചെയ്താൽ ഒന്നും ഗ്യാസ് പോകത്തില്ല. പെട്ടെന്ന് നമുക്ക് ആശുപത്രി കൊണ്ടുപോകാം. അതിന് ആശുപത്രി കൊണ്ട് നിന്റെ കയ്യിൽ കാശുണ്ടോടി? ആശുപത്രിയിൽ ഒന്നും കൊണ്ടുപോകണ്ട, ഇഞ്ചിനീര് കൊടുത്താൽ മതി. അയ്യോ ഇതെന്തൊരു ഒച്ചയാ, ഈ ഒച്ച വെക്കാന്ന്. ഗ്യാസിന് കേറാൻ അറിയാമെങ്കിൽ അതിന് ഇറങ്ങിപ്പോകാനുള്ള വഴിയും അറിയാം. നീയൊക്കെ ഒന്നും മിണ്ടാതിരുന്ന് തന്നാ മതിയടി. അയ്യോ ഗംഭീരമായിരുന്നു, താങ്ക് യു സർ. ക്വയറ്റ് നാച്ചുറൽ, രസമായിരുന്നു കണ്ടോണ്ടിരിക്കാൻ. നിങ്ങളുടെ വഴക്കും പിന്നെ ഈ പരിപ്പോടെ തിന്നുന്ന മാമൻ, ഓ സമ്മതിച്ചു കേട്ടോ. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ, അതായത് അദ്ദേഹത്തിന്റെ മീശ ഇളയിപ്പോയി, എന്നിട്ടും അയ്യോ ഇങ്ങനൊന്നും പറയല്ലേ എന്ന് പറഞ്ഞിട്ട് മീശ പിടിച്ച് ഒട്ടിക്കുകയാണ്. പിന്നെ ലാസ്റ്റിൽ വന്ന് എന്താ ഡയലോഗ് അല്ലേ, മിനുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എന്ത്? അപ്പൊ ഇതൊന്നും കേട്ടില്ലേ? ഞാൻ കേട്ടു, അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിച്ചോണ്ട് ഞാൻ ആ അതെന്താണ് ഡയലോഗ്? ഗ്യാസിന് കേറാൻ അറിയാമെങ്കിൽ അതിനിറങ്ങി പോവാൻ അറിയാം. അറിയാല്ലേ? അതായിരുന്നു ഡയലോഗ്. ക്ലൈമാക്സ് പഞ്ച് അതെ. സൂപ്പർ ആയിരുന്നു കേട്ടോ, രസകരമായിരുന്നു. അതുപോലെ മോടെ പാട്ടും ഗംഭീരമായിരുന്നു മോളെ. താങ്ക് യു സർ. പക്ഷെ ശ്രുതിയുടെ ഒരു തലനാരിടയിലെ സംഭവം അത്രയൊക്കെ ഉള്ളൂ. പിന്നെ 2 ശബ്ദത്തിലൊക്കെ പാടിയില്ലേ, അത് നന്നായിരുന്നു. ദാസന്റെ ആ ചെറിയ എന്താണ് പരിപ്പ് പാട അതൊക്കെ ക്ലീൻ ആയിട്ട് പാടി. മാത്രമല്ല ഇത്രയധികം ഡയലോഗ്സ് പഠിച്ച് എക്സിക്യൂട്ട് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. അത് നിമയാണ് ഏറ്റവും കൂടുതൽ ഡയലോഗ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ കൃത്യമായിട്ട് പറയുകയും ചെയ്തു. പാടുമ്പോഴും ബ്യൂട്ടിഫുൾ ആക്ഷൻസ് ഉണ്ടായിരുന്നു, അത് പറയാതിരിക്കാൻ കേട്ടോ. താങ്ക് യു സർ. നല്ല രസമായിട്ടുണ്ട്. നിങ്ങളൊക്കെ എന്താണ് കാണിക്കുന്നത് മനസ്സിലാവുന്നില്ല. കാരണം ഓരോ ദിവസം കഴിയുന്തോറും ഓരോ വെറൈറ്റി ആയിട്ടുള്ള സ്കിറ്റുകൾ, നിങ്ങളുടെ ഡാൻസ്, അതുപോലെ തന്നെ ഡയലോഗ് പ്രസൻറ്റേഷൻ എല്ലാം മുമ്പോട്ട് തന്നെ വരുന്നു. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ പാട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ടാണ്. ദാസേട്ടനും പട്ടൻ സദൻ എന്ന് പറഞ്ഞൊരു നടനുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇതിൻ്റെ ഈ മറ്റേ കാര്യങ്ങളൊക്കെ പാടിയിരിക്കുന്നത്. ഓടി ഓടി വന്ന് അതൊക്കെ പാടിയിരിക്കുന്ന പുള്ളിയാണ്. അദ്ദേഹം ഇന്നില്ല. എന്തായാലും അദ്ദേഹത്തിനെ ഓർക്കുന്ന ഈ സമയത്ത് നന്നായിരുന്നു മോളെ, നല്ല സെലക്ഷൻ. നിങ്ങളെല്ലാവരും, ഞാൻ ആരെയും എടുത്തു പറയുന്നില്ല, കിണി ഇതിലങ്ങ് വീണു അല്ലേ? ഇനി അടുത്തതിലും ഇതാണ്? അടുത്തതിലില്ല. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഓൾ ഓഫ് യു. താങ്ക് യു സർ. KJ ജോയ് എന്ന് പറയുന്നത് ശരിക്കും മലയാളത്തിലെ വൺ ഓഫ് ദ വെരി ലെസ് ടോക്ഡ് അബൌട്ട് ഗുഡ് മ്യൂസിക് ഡയറക്ടേഴ്സാണ്. അദ്ദേഹം കുറേ പാട്ടുകൾ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ഉഗ്രം പാട്ടുകളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ സോങ്സ് ഞാൻ കുട്ടിക്കാലം തൊട്ടേ കേൾക്കുന്നത് എൻ സ്വരം, അത് അനുപല്ലവിയാന്ന് തോന്നുന്നു. ആ സിനിമയുടെ പേര് അനുപല്ലവി. അനുപല്ലവി, ആ സീമ ചേച്ചിയല്ലേ അഭിനയിച്ചത്. മോളുടെ പാട്ടിലേക്ക് ഞാൻ ഡയറക്റ്റ് കടക്കാം. മോള് ആക്ച്വലി ജനിച്ചത് പുറത്താണോ? ഷാർജയിൽ തന്നെയാണ് ജനിച്ചത് അല്ല, അബുദാബിയിൽ ജനിച്ച് വളർന്ന ഒരു കുട്ടി ഇവിടെ വന്ന ഒരു സ്കിറ്റിന്റെ ഭാഗമായിട്ട് ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് ഇവിടുത്തെ ഒരു കുടുംബശ്രീ അവിടെ തല്ല് വീണാൽ എന്താണ് കറക്റ്റ് തനി നിറം എന്നുള്ളൊരു ക്യാരക്ടർ ഏറ്റിട്ട് ഇവിടെ കാണിച്ചില്ലേ, അത് ഉഗ്രനായിട്ടുണ്ട്. ഇതൊന്നും കണ്ടോ കേട്ടോ ശീലമില്ലാത്തൊരു കുട്ടി കറക്റ്റ് നാടൻ റസ്റ്റിക് സ്വഭാവമാണ് ഇപ്പം ഇറക്കിയത്. എനിക്ക് ഈ സംഭവം കണ്ട ശീലമുണ്ട്. എവിടെയാണെന്നറിയോ, പണ്ട് ഞാൻ ചെന്നൈയിലുള്ള സമയത്ത് ഇവിടുന്ന് കോളേജൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ചാൻസപ്പിൽ പോയ സമയത്ത് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വെള്ളം രാവിലെ 6 തൊട്ട് 7 വരെ മറ്റേ വരുള്ളൂ. അപ്പോൾ ഈ ബക്കറ്റും പിടിച്ചിങ്ങനെ നിൽക്കണം ഒരു ക്യൂല്. അത് നിൽക്കുന്ന സമയത്ത് ഇങ്ങനത്തെ അടിയൊക്കെ അവിടെ കണ്ട് ശീലമാണ്. അപ്പോൾ അടി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അന്ന് എല്ലാവർക്കും അവിടെ ജോളിയാണ്, അത് കണ്ട് എല്ലാവരും ചിരിക്കുക. അപ്പോൾ ആ സീനാണ് ഇപ്പോൾ ഈ കണ്ടത്. എന്തുകൊണ്ടെന്ന് ബക്കറ്റ് പിടിച്ച് നിൽക്കും. എന്ത് പറ്റി ചോദിച്ചത്? കാലത്ത് 7 മണിക്ക് 6 മണി. അതിന്റെ ഉള്ളർത്ഥമുണ്ട്. അല്ല, ഇത് എന്താ വെച്ചാല് ഈ വെള്ളം കിട്ടിയാലേ അന്നത്തെ ദിവസത്തേക്ക് മനസ്സിലായി സ്റ്റോക്കുള്ളൂ. മനസ്സിലായില്ലേ? എന്തെങ്കിലും നേരെ ചൊവ്വ ചിന്തിക്കൂ. എല്ലാത്തിനും ഒരു വേറൊരു അർത്ഥത്തില് ചിന്തിക്കൂ. അല്ല അങ്ങനെയല്ല പറയുന്നേ ദേവു. ഈ ക്യൂല് നിൽക്കുന്നത് മിക്ക സമയത്തും പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. കാരണം ഈ 6-ന്റെ 7-ന്റെ ഇടയ്ക്ക് എനിക്ക് എഴുന്നേക്കാൻ പറ്റാറില്ല. ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ 8 മണിയാവും. അപ്പോഴേക്ക് വെള്ളമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും.
ഫ്രണ്ട്സില് ശ്രീനിചേട്ടനെ പോലെ ആയോ? ചിരി നിർത്താൻ പറ്റണ്ടായി. ദൈവമേ. നിയമം കൂടെ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു കൾച്ചറ് കണ്ട് മനസ്സിലാക്കി അതിവിടെ ഇങ്ങനെ ഇത്രയും ഗ്രാൻഡായിട്ട് പ്രസൻറ്റ് ചെയ്ത് അത് അങ്ങനെയൊക്കെ തന്നെ ആയതുകൊണ്ടാണ് ആ പാട്ട് നമുക്ക് അത്രയും എൻജോയ് ചെയ്യാൻ പറ്റിയത്. വളരെ ഒതൻറ്റിക് ആയിട്ട് തന്നെ തോന്നി. പിന്നെ മോള് പാടിയതിൽ ഞാൻ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, ഇതിൽ 3 പാട്ടുകാരുണ്ട്. 3 പാട്ടുകാരും 3 സ്റ്റൈലാണ്. അപ്പോൾ ഇന്നാളും ഇവിടെ വേറെ ഒരു കുട്ടി ഇതുപോലെ തന്നെ പാടിയപ്പോൾ ഞാൻ പറഞ്ഞു, കാരണം മൾട്ടിപ്പിൾ സ്റ്റൈൽസും മൾട്ടിപ്പിൾ സിംഗേഴ്സ് വരുമ്പം ഒരാൾ ഇവരെല്ലാവരും കേട്ട് സിമുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതും ചെറിയൊരു കുട്ടി അത് ആ മോഡുലേഷൻസ് എല്ലാം കൊണ്ടുവന്ന് ആ പാട്ടിന് വേണ്ടുന്ന ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തു. സൂപ്പർവായിട്ട്. പിന്നെ ഈ എന്താണ് വിറ്റാമിൻ EOG എന്നൊക്കെ കേട്ടല്ലോ, അതെന്തായാലും സംഭവം? പരിപ്പോട കഴിച്ചാല് വിറ്റാമിൻ സി ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്, ഡി ഉണ്ട്, ഉണ്ട്, ജി ഉണ്ട്. ഡി ഉണ്ട്, ഓ ഉണ്ട്, ജി ഉണ്ട് അല്ലേ? അതൊക്കെ കണ്ടു. EOG ഒറ്റവല്ലം പറഞ്ഞു. എന്താ അവർക്ക് അറിഞ്ഞോളൂ, അവൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. മോള് ഡി ഇപ്പൊ പറഞ്ഞെങ്കിലും അപ്പൊ എന്നാന്ന് തോന്നുന്നു കേട്ടത്. എന്തായാലും കുഴപ്പമില്ല, ആ ഒരു മൂഡിൽ അങ്ങ് പോയി, എല്ലാം നന്നായി. ഓവറോൾ പറയാനാണെങ്കിൽ മോള് അടിപൊളിയായിട്ടുണ്ട്. അത് എല്ലാവരുടെയും പെർഫോമൻസും ഗ്രാൻഡ് ആയിട്ടുണ്ട്. സൂപ്പർ. നിമക്കുട്ടി ആൻഡ് ടീം സൂപ്പർ ആയിരുന്നു, കലക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നന്നായി. നമ്മുടെ പ്രലോഭം നന്നായിട്ട് ചെയ്തു. ഗ്യാസ് പോകാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിക്കോളൂ അല്ലേ? ഇത്ര ഓപ്പണായിട്ട് നിമയ്ക്ക് പാടാനറിയാല്ലേ? പിന്നെ പരിപ്പ് പാടാന്നൊക്കെ പാടിയപ്പോഴാണ് കറക്റ്റ് ഇത്രയും ഓപ്പണായിട്ട് പാടാൻ പറ്റുമെന്ന് മനസ്സിലായത്. ഇന്ന് നല്ല സൂപ്പർ പോലെ പാടിയത്. അതെ 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 അതെ, വളരെ നല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട, കുട്ടിക്കാലം മുതൽ ഇഷ്ടംപോലെ കേട്ടിട്ടുള്ള പാട്ടാണ്. ഈ പാട്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ പരിപ്പോട പോയി വാങ്ങിച്ച് കഴിക്കാറുണ്ട് ചിലപ്പോൾ. അപ്പൊ എന്തായാലും കലക്കി കേട്ടോ എല്ലാവരും. സൂപ്പർ. ഗോഡ് ബ്ലെസ് യു ഓൾ. അസ്സലായിരുന്നു നിമ്മക്കുട്ടി. മക്കളെല്ലാരും സൂപ്പറായിരുന്നു. വട കഴിച്ച മനുഷ്യനും നന്നായിരുന്നു. പ്രലോഭ്. തമിഴിലൊരു പാട്ടുണ്ട്, എലന്തപ്പഴം പണമാ പാസ്മോല്, അങ്ങനത്തെ ഒരു ടോണാ അത്. അസലായിരുന്നു മോളെ. ഓൾ ദ ബെസ്റ്റ്. ക്വസ്റ്റ്യൻ എഴുതുവാ? ചോദിക്കട്ടെ? ചോദിക്കേ. 3 അക്കങ്ങൾ മാത്രമാണ് കണ്ണാടിയിൽ കാണിച്ചാൽ ചില വ്യത്യാസം വരികയോ തല തിരിയുകയോ ചെയ്യാത്തത്. ഏതൊക്കെയാണ് അക്ഷരം? ചെയ്യാത്തതോ? 1 0 3. കണ്ണാടി കാണിച്ചാൽ കറക്റ്റ്. ഞാനാ പറഞ്ഞേ. അല്ല, സംശയമുണ്ടോ? ഇല്ല, സംശയം അതല്ല മീനുന്റെ മനസ്സിലുള്ള എക്സ്പ്രഷൻ അതല്ലേ? ഇല്ലേ, അതായത് എക്സ്പ്രഷൻ. ഓക്കെ നിമക്കുട്ടി, മോക്ക് ഞാൻ തരുന്ന മാർക്ക് 9.5 out of 10. നിമക്കുട്ടി 9 out of 10. നിമക്കുട്ടി 9.5 out of 10. So you got 28 out of 30. അപ്പൊ നിമക്കുട്ടിക്ക് എന്ത് മനസ്സിലായി? തുറന്നടിച്ച് പാടിയാലും ഈസി ആയിട്ട് നേടിയെടുക്കാം a golden crown. ആദ്യൊരു പരിപ്പുട പൂക്കുറ്റി. Congratulations, you are awarded a golden crown. ഒരായിരം പ്രകാശമായി തിളങ്ങിടും കുരുന്നുകൾ നിലാവു പോൽ മനോഹരം കൺചുണ്ണി ചാഞ്ചാടി കൈതാളം തട്ടിപ്പാടുന്നൊന്ന. അപ്പൊ പ്രേക്ഷകർ പാട്ടൊക്കെ കേട്ടു. പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം ടോപ്പ് സിംഗർ ആപ്പിൽ കയറി QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. സർഗവേദിയിൽ ആലാപനത്തിന്റെ അഴകൊരുക്കാനെത്തുന്നു കോഴിക്കോട് നിന്നും കൃഷ്ണശ്രീ. വെൽക്കം കൃഷ്ണശ്രീ ഓൺ സ്റ്റേജ്. കൃഷ്ണു, എന്താണ് ഇന്ന്? പെർഫോമൻസ് ആണോ അതോ ഡാൻസേഴ്സ് ഉണ്ടോ അതോ സ്കിറ്റ് ഉണ്ടോ? കിറ്റൊന്നുമില്ല. ശ്രീകുമാരൻ തമ്പി സാർ റൗണ്ട്. ഏത് പാട്ട്? മൗനരാഗ പൈങ്കിളി. ആരാ പാടിയത്? ജാനകിയമ്മ. അപ്പൊ ഇന്നും തകർക്കും. കാച്ചിമുക്ക്. കൃഷ്ണക്കുട്ടി എവിടുന്നാ വരുന്നേ? കോഴിക്കോട്. അതും കോഴിക്കോടാ? കോഴിക്കോട്. അപ്പൊ ഇത് കോഴിക്കോട് കോഴിക്കോട് തന്നെ.
ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു നന്നായി പാടും. താങ്ക് യു. കോഴിക്കോടിന്റെ മാനം കാക്കണം. മൗനരാഗ പൈങ്ങി
മേഖലകളിലേക്ക് സ്ത്രീകളെ കൈപിടിച്ചുയർത്തുന്നതിനായി മൈജി ഒരുക്കുന്ന പദ്ധതിയാണ് വിമൻ എംപവർമെന്റ് ത്രൂ ടെക്നിക്കൽ സ്കിൽ ഡെവലപ്മെന്റ്. 18-നും 30-നും മധ്യ പ്രായമുള്ള ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗിലോ അനുബന്ധ വിഷയങ്ങളിലോ ത്രിവത്സര ഡിപ്ലോമ, ITI, VHSC യോഗ്യതയുള്ള സ്ത്രീകൾക്ക് 1 ലക്ഷം രൂപയോളം ചിലവ് വരുന്ന സർഫസ് മൗണ്ട് ടെക്നോളജി, മൊബൈൽ ഫോൺ സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ മൈജിയുടെ എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റായ മൈജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ കീഴിൽ പരിശീലനം നൽകുന്നു. 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിശീലനം പൂർത്തിയായാൽ മൈജിയുടെ വനിതാ സർവീസ് സെന്ററുകൾ അടക്കമുള്ള ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലിയും ലഭിക്കുന്നു. 15 പേരടങ്ങുന്ന ആദ്യ ബാച്ചിന്റെ പരിശീലനം ലോക വനിതാ ദിനമായ മാർച്ച് 8-ന് ആരംഭിക്കുന്നു. രജിസ്റ്റർ ചെയ്യാൻ സന്ദർശിക്കൂ www.myg.in വിമൺ എംപവർമെന്റ് പ്രോഗ്രാം. മോളുകുട്ടി, എന്തോ ഇത് ഞാൻ അഭിനയിച്ച പടമാണ്. ഭയങ്കര ഇഷ്ടമായ പാട്ടാണ്. താങ്ക് യു. പക്ഷെ ഇതിലൊരു കഥയുണ്ട്. ഈ കഥ എന്താണെന്ന് വെച്ചാൽ 77 ബിഗിനിങ്ങിൽ ഞാനൊരു ഗ്രൂപ്പിലായിരുന്നു. അന്നൊക്കെ ഡാൻസിന് പോകുമ്പോൾ ഗ്രൂപ്പായിരുന്നു. അങ്ങനെ ഒരു മാസ്റ്ററിൻ്റെ കൂടെ ഉമാ സ്റ്റുഡിയോയിൽ പോയപ്പോൾ ആകപ്പാട് ആ ഗ്രൂപ്പിൽ ഞാൻ മാത്രമേ ഉള്ളൂ മലയാളി. അപ്പോൾ മധു സാറാണ് ആ പടം ഡയറക്റ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു, മാഷ് തങ്കപ്പ മാഷാന്ന് തോന്നുന്നു, തങ്കപ്പ ഇതിൽ ആരെങ്കിലും മലയാളി കുട്ടി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ തങ്കപ്പ മാഷ് പറഞ്ഞു, അതാ ആ കുട്ടി മലയാളിയാണ്. ആ എന്നാവട്ടെ, ഒരു ഡയലോഗ് പറയണമെന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെ നോക്കി, എന്താ എന്നൊരു ഡയലോഗ് ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ സൊല്ലമാട്ടെ സാറെന്ന് പറഞ്ഞു. ഇല്ലേ സൊല്ലക്കൂടാ സാറിന്. അതെന്തുകൊണ്ടാണ്? അല്ല, ഞങ്ങളുടെ അസോസിയേഷനിൽ പറഞ്ഞിട്ടുണ്ട് ഡയലോഗ് സംസാരിച്ചാൽ 100 രൂപ വാങ്ങിക്കണം. 100 രൂപ തന്നാൽ പറയാന്ന് പറഞ്ഞു. അതാണ്. അങ്ങനെ 100 രൂപ തന്നില്ലെങ്കിൽ ഞങ്ങളെ സസ്പെൻഡ് ചെയ്യും 3 മാസത്തേക്ക്. അതുകൊണ്ട് 100 രൂപ തന്നാൽ ഞാൻ പറയാമെന്ന് പറഞ്ഞു. സാർ ഇങ്ങനെ നോക്കി, 100 രൂപയും തരുന്നില്ല, നീ പറയും വേണ്ട, വിട്ടേക്ക് എന്ന് പറഞ്ഞ് വിട്ടു. ആ കൊല്ലം ഞാൻ ഹീറോയിനായി. 78 മാർച്ച് 3-ന് അവളുടെ രാവുകൾ റിലീസായി. അത് കഴിഞ്ഞിട്ട് ഉള്ള പടമാണ് ശുദ്ധികലശം. ഈ പടത്തിൽ അമ്മയും മോളുമാണ്. അമ്മയ്ക്ക് ഉണ്ട് ഇങ്ങനെ വാചകം അടിച്ചുകൊണ്ടിരിക്കുക തള്ള. അപ്പം ഞാൻ പറഞ്ഞ ഈ തള്ളക്ക് ഒരു പണിയൊന്നുമില്ലേ, ഇദ്ദേഹത്തെ ഇങ്ങനെ വാചകം അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മധു സാറ് പറയാണ്, അന്ന് നീ എന്താ പറഞ്ഞേ, എന്താന്ന് ഒരു വാക്ക് പറയാൻ നീ മടിച്ചതാണ്, അതിനുള്ള പനിഷ്മെന്റ് ആയത്. അങ്ങനത്തെ ഒരു സംഭവം ഈ പടത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാനത് ഇപ്പോൾ മധു സാറിൻ്റെ ബർത്ത്ഡേ 80th ബർത്ത്ഡേ എന്തോ വന്നപ്പോൾ ഞാനിത് സംസാരിച്ചപ്പോൾ ഭയങ്കര ചിരിയായിരുന്നു ആൾക്കാർ മുഴുവനും. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ നമ്മൾ ആരെപ്പോൾ എങ്ങനെ വരും എന്നറിയില്ല. അതിൻ്റെ ഉള്ള ഒരു സാക്ഷിയാണ് ഞാൻ. നന്നായി പാടിക്കുട്ട, നന്നായി പാടി മോളെ, അസലായി പാടി. ഭയങ്കര ഇഷ്ടമായി എനിക്ക്. ഉമ്മ നല്ല സെലക്ഷൻ, നന്നായിട്ട് പാടിയോ. ഈ മേളിൽ നിൽക്കുമ്പോഴത്തെ ശ്വാസം കിട്ടുന്നില്ലേ, അതോ ശ്വാസം കിട്ടാതെ വരുന്നുണ്ടോ ഈ മധുര ആ പോർഷനിൽ? ആഹാ, ഇപ്പം നല്ല മണിമണി പോലെ വന്നല്ലോ. നേരത്തെ പാടി വന്നപ്പോൾ മോക്ക് ആ അവസാനം വരുമ്പോഴത്തേക്ക് ഒരു ഇത്ര ഈ സംഗതി പാടാനുള്ള ബ്രത്ത് കയ്യിൽ കിട്ടുന്നില്ല. അടുത്ത ലൈനോ? ഇപ്പൊ ഇത്രയും ഡീറ്റെയിൽ ഇവിടുന്ന്, നേരത്തെ അത്രയും ഡീറ്റെയിൽ വന്നില്ല മോളെ. ഇപ്പം പെർഫെക്റ്റ് ആയിട്ട് വരുന്നു. എങ്കിൽ അടുത്ത ഒരുപാട് അതല്ല ഓക്കെ, അതല്ല ഓക്കെ. അതർവൈസ് സംഭവം പെരുത്ത് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ആലോചിക്കുകയാണ്, നിങ്ങൾക്ക് ഇത്ര ഹൈ ഇത് ഏതാ സുഷേ ശ്രുതി അല്ലേ? ഇത്ര ഒന്ന് പഠിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇതാണ് നമ്മുടെ കൃഷ്ണു. ഒന്ന് ആലോചിച്ച് നോക്ക്. ഹൈ ഒക്കെ പോണതും ലോ പാടുന്നതും സംഗതികളും ഒക്കെ എത്ര പെർഫെക്റ്റ് ആണ്. അതാണ് ശരിക്കും ഈ ടോപ്പ് സിംഗറിന്റെ വിജയം. ഇത് തന്നെയാണ്. കാരണം ഇങ്ങനെ ഉള്ള എന്താണ് എക്സ്ട്രാ ഓർഡിനറി ടാലൻസ് ഉള്ള കുട്ടികൾ ഈ പാടുമ്പോഴത്തേക്ക് എല്ലാവർക്കും അതിശയമാണ്. എല്ലാവരും ടി വിയുടെ മുമ്പിൽ ഇങ്ങനെ ഭയം പൊളിച്ചിരിക്കുകയാണ് ഇത് എങ്ങനെയെന്ന്. എന്തായാലും ഒന്നുകൂടെ പറയുന്നു, പെരുത്ത് ഇഷ്ടപ്പെട്ടു. ഞാൻ
ഇപ്പം മോളെ കൊണ്ട് പാടിപ്പിച്ച് നോക്കിയപ്പം ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. പണ്ടൊക്കെ എൻ്റെ തുടക്കകാലത്ത് ഞാൻ ഏത് പാട്ട് ഉണ്ടാക്കുമ്പോഴും ഇതിൽ ഫീമെയിലിന് പാടാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. കാരണം എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത സമയത്ത് ഏത് പാട്ടുണ്ടാക്കിയാലും ഒന്നുകിൽ ചിത്ര ചേച്ചി അല്ലെങ്കിൽ സുജാത ചേച്ചീനെ വിളിച്ച് ഇത് ഫീമെയിലിന് പാടാൻ പറ്റിയ റേഞ്ച് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ട്യൂണ് മൂളുമ്പോൾ കൂടുതലും സുജ ചേച്ചിയാണ് പാടി നോക്കി കുഴപ്പമില്ല ചിത്ര ചേച്ചിയുടെ അടുത്തും ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് സാധാരണ ഫീമെയിൽ അല്ലാതെ ഔട്ട്സ്റ്റാൻഡിങ് ഫീമെയിൽ ആണെങ്കിൽ ജി ഷാർപ്പ് വരെയൊക്കെ പോവും. ചിത്ര ചേച്ചിയുടെ ഒക്കെ ഏറ്റവും ഹൈ ജി ഷാർപ്പാണ്. മോൾ ഇപ്പൊ പാടിയപ്പം ജി ഷാർപ്പും കഴിഞ്ഞ് ഏലാണ് ഇപ്പൊ പാടിയത് ഇല്ലേ? എന്താ പറയാ, അത് മോള് വലുതാവുമ്പം അതേപോലെ തന്നെ കൺട്രോളിൽ വെക്കുക, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. മോള് പാടിയ പാട്ട് അങ്കിളിന് നല്ല ഇഷ്ടപ്പെട്ടു. Keep it up. നന്നായിരുന്നു മോളെ, വളരെ നന്നായിരുന്നു. മോളുടെ വോയിസും കേൾക്കാൻ ഇതുപോലെ തന്നെ നല്ല സുഖമുണ്ട്. നല്ല സ്വീറ്റ് ആയിട്ടുള്ള വോയിസ് ആണ്. പാട്ടെല്ലാം ഭൂരിഭാഗം വളരെ നന്നായിട്ട് തന്നെ പാടി. ഫസ്റ്റ് ലൈൻ പാടിയ മോള്. ഓക്കെ. പഞ്ചതന്ത്രം കഥയിലെ പഞ്ചവർണ്ണ കുടിലിലെ മാണിക്യ പൈങ്കിളി മാനം പറക്കുന്ന വാനം പാടിയെ സ്നേഹിച്ചു, ഒരു വാനം പാടിയെ സ്നേഹിച്ചു. ഈ പാട്ട് മോള് പാടിയ പാട്ടിന്റെ പല്ലവി. മൗനരാഗ പൈങ്കിളി നിൻ ചിറകു വിടർന്നെങ്കിൽ മനസ്സാകും കോടുവീട്ടിൻ ചുണ്ടിൽ പറന്നെങ്കിൽ. കണ്ട ഒരേ റൂട്ടല്ലേ ഏകദേശം അല്ലേ? താളം വ്യത്യാസം, താളം മാത്രം ചെറിയ വ്യത്യാസം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. അപ്പൊ കൃഷ്ണുവിന് ഇന്ന് ഞാൻ തരുന്ന മാർക്ക് 8.75 out of 10. താങ്ക് യു സർ. Same 8.75. താങ്ക് യു സർ. സൂപ്പർ. മധു അങ്കിൾ തരുന്നു 9 out of 10. താങ്ക് യു സർ. So you got 26.5 out of 30. താങ്ക് യു സർ. And that means മോൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് എക്സ്ട്രീം. താങ്ക് യു സർ. ആടി നല്ല റേഞ്ച് ഉള്ളൊരു പൂക്കുട്ടിയെ. Congratulations, you are awarded A Extreme. അപ്പൊ പ്രേക്ഷകർ പാട്ടൊക്കെ കേട്ടു. പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം ടോപ്പ് സിംഗർ ആപ്പിൽ കയറി QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ. ബൈ ബൈ. മധുങ്ങളെ, നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ആരാണ്? എന്തെന്തോ മേഘ്നക്കുട്ടി. വെൽക്കം മേഘ്നക്കുട്ടി on stage. അപ്പോൾ നമ്മുടെ കൂടെ കുറേ എപ്പിസോഡുകൾ ചേച്ചി മദ്രാസിൽ നിന്നും പ്രത്യേകം ഇത് കാണാൻ വേണ്ടി മാത്രം വന്ന് നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസും പാട്ടും എല്ലാം കണ്ട് രസിച്ചു. അതിനുപരി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ വന്നതിൽ ഒരുപാട് സന്തോഷം, നന്ദി അറിയിക്കുന്നു. വളരെ സന്തോഷമാണ്. വളരെ വളരെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഞാൻ ഒരുപാട് ചിരിച്ചത്. ഇവിടെ എല്ലാവരുടെ അടുത്തും യാത്ര പറയാണ്, പോയിട്ട് വരാം. ഓക്കെ, സന്തോഷമുണ്ട്. കുട്ടികൾ പാടിയതിൽ എനിക്കറിയില്ല ഒരു ദേവലോകത്തുനിന്ന് വന്നതാണോ എന്ന് ഒരു സംശയമുണ്ട്. അത്ര മനോഹരമായിരുന്നു. അയ്യോ, എനിക്ക് വാക്കുകളില്ല പറയാൻ. സത്യത്തിൽ അത് നന്നായിരിക്കട്ടെ. ആ കുട്ടികൾ നല്ല ഭാവി ഉണ്ടാവണം. നന്ദിയുണ്ട്. നമസ്കാരം. ചേച്ചിക്ക് ഞങ്ങളുടെ കുട്ടികളുടെ ഭാഗ ഒരു ചെറിയ ഉപഹാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകരും നല്ലോണം എൻജോയ് ചെയ്ത് കാണുമെന്ന് എനിക്കറിയാം. നാളെ നമ്മൾ വീണ്ടും വരും. ടിൽ ദെൻ ബൈ ബൈ ഫ്രം മീനു ടീം.